തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന സന്ദേശവുമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെയും മുരുക്കുമൂട് PMC റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഒപ്പുശേഖരണ ക്യാമ്പയിന് തുടക്കമായി. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെയും മുരുക്കുമൂട് PMC റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഒപ്പുശേഖരണത്തിന് തുടക്കമായി. കായംകുളം നഗരസഭാ കൌൺസിലറും അസോസിയേഷൻ പ്രസിഡന്റുമായ ബിജു നസ്രുള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PMC റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് കുമാർ S സ്വാഗതം പറഞ്ഞു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം സംസ്ഥാനത്ത് പട്ടിയുടെ കടിയേറ്റത് 3,16,000 പേരെയാണ് സംസ്ഥാനത്ത് പട്ടി ജനങ്ങളെ കടിച്ചത്. നമുക്കറിയാം, ഇന്ത്യയിലെ 25 ലക്ഷത്തോളം ജനങ്ങളെ പട്ടി ഒരു വർഷം കടിക്കുമ്പോൾ 3,20,000 കേരളത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ABC ഷട്ടറിൽ, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന ABC ഷട്ടറിൽ ഈ പട്ടിയെ കൊണ്ടുവന്ന് വന്ധീകരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് വരെ അതിനുവേണ്ടി ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടില്ല. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഡയറക്ഷൻ ഉണ്ടായിട്ട് ആ രീതിയിലുള്ളൊരു നീക്കം താഴെ തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. RWAയുടെ നേതൃത്വത്തിലും നമ്മൾ ഇന്ന് ഈ തെരുവ് നായ്ക്കളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ സമരം ഒരു ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ വീട്ടിലെ 2 വയസ്സുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നത് പോലെ കണ്ണു തുറക്കാത്ത ഈ അധികാരികളുടെ മുന്നിൽ കണ്ണു തുറപ്പിക്കുന്നതിനായി നമ്മളൊരു ഒപ്പുശേഖരണം നടത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഒപ്പുശേഖരണം നടത്തിയതുകൊണ്ട് നാളെ രാവിലെ ഇവിടുത്തെ പട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് പോകുമെന്നോ അതിനെ ഷെൽട്ടറിൽ അടയ്ക്കുമെന്നോ അതിനെ മന്ദീകരണം നടത്തുമെന്നോ ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഉള്ളതല്ല. എങ്കിൽ ഞങ്ങൾ ഈ നടത്തുന്ന ഒപ്പുശേഖരണം ഞങ്ങൾ നിയമപരമായി കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിന് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് ഇതിനു വേണ്ടി നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ സവിശേഷത പലതുകൊണ്ട് വ്യത്യസ്തമാണ്. നമ്മുടെ മൃഗസംരക്ഷണ നിയമങ്ങൾ മുഴുവൻ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ സാഹചര്യങ്ങളനുസരിച്ചാണ്. ഉത്തരേന്ത്യയിലെ സാഹചര്യങ്ങളല്ല കേരളത്തിൽ. വളരെ ജനനിബിഡമായ ഏരിയയാണ്. പ്രത്യേകിച്ചും രാവിലെ ഒരു 8 മണി മുതൽ ഒരു 10:30 വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് പോകുന്ന, നമ്മുടെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അവരവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന, വൈകുന്നേരം അതേപോലെ തന്നെ തിരിച്ചു വരുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ മാർക്കറ്റുകളും റോഡുകളും എപ്പോഴും ജനങ്ങളെ കൊണ്ട് നിബിഡമായ സ്ഥലങ്ങളാണ്. ഇവിടെ പട്ടികളുടെ എണ്ണവും വളരെ കൂടുതലാണ്. കാരണം വളരെ കൂടുതൽ ആഹാരം ഭക്ഷിക്കാൻ കിട്ടുന്നത് കൊണ്ട് പട്ടികൾ ഇങ്ങനെ പെറ്റു പെരുകിക്കൊണ്ടിരിക്കുകയാണ്. തെരുവുനായെ കൊണ്ട് ഇപ്പോൾ പൂർത്തിമുട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ ഈ പരിസരങ്ങളിൽ മൊത്തം. ഇതിനെ ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇവരെ കൊല്ലണമെന്ന് PMC പറയുന്നില്ല. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക. ഷെൽട്ടർ ഹോം ഉണ്ടാക്കി ഇവരെ അതിനകത്ത് ഉൾപ്പെടുത്തി അവയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഇവരെ അമർച്ച ചെയ്യാനും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ചെയ്യണമെന്നൊന്നും PMC പറയുന്നില്ല. പക്ഷേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടർ ഹോം ഉണ്ടാക്കി അതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് കായംകുളം നഗരസഭയോടും അതുപോലെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിനോടും PMC ആവശ്യപ്പെടുകയാണ്. സമന്വയ പ്രസിഡന്റ് അബ്ദുൽ ഹാമിദ് ആയിരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. റിയാസ് പുലരി, സുനിത CS, KJ പ്രസാദ്, KP ജയമോഹൻ, ശാരദ തങ്കപ്പൻ, നിഹാസ് അബ്ദുൾ അസീസ്, നസീബ് ഖാൻ വരിക്കപ്പള്ളി, ശ്രീരഞ്ജൻ, രോഹിണിക്കുട്ടി, അനിത മുട്ടാണികൽ, മിനി, വത്സമ്മ, രാകേഷ് പുത്തൻവീട്, യൂസഫ് കുഞ്ഞ്, മീര, സുരേഷ്, രാജീവ്, മോൻസി, അഷ്റഫ്, ശശിധരൻ, ജഗദീഷ് ബാബു, രഘുനാഥ കുറുപ്പ്, സലിം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.